ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, രാജസ്ഥാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തിന്റെ പ്രശംസനീയമായ നാഴികക്കല്ലാണ് PM സൂര്യഘർ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ വട്ടമേശ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി ആവാസ് അർബൻ യോജന പ്രകാരം 2.88 ലക്ഷം വീടുകൾക്കുകൂടി കേന്ദ്രം അനുമതി നൽകി. സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ സിംബാബ്വേയെ 107 റൺസിന് തകർത്ത് വെസ്റ്റ് ഇൻഡീസ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, രാജസ്ഥാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. മുംബൈ PD ഹിന്ദുജ ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ ജീവൻ രക്ഷയിലൂടെ ആരോഗ്യകരമായ ഭാരതം എന്ന ദേശവ്യാപക പ്രചാരണ യജ്ഞത്തിന് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. ബുൽധാനയിൽ ആയുഷ് മന്ത്രാലയം നാളെ സംഘടിപ്പിക്കുന്ന ദേശീയ ആരോഗ്യമേളയിലും നാഗ്പൂരിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. വ്യാഴാഴ്ച ജംഷഡ്പൂരിൽ ശ്രീ ജഗന്നാഥ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭൂമിപൂജയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു മണിപ്പാൽ ടാറ്റ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തിന്റെ പ്രശംസനീയമായ നാഴികക്കല്ലാണ് പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ സമൂഹമാധ്യമത്തിലെ കുറിപ്പിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് സമ്പാദ്യം, സുസ്ഥിരത, സ്വാശ്രയത്വം എന്നിവ വർദ്ധിപ്പിക്കാനായതായും ശ്രീ മോദി സൂചിപ്പിച്ചു. ഊർജ്ജ സുരക്ഷിതത്വവും ഹരിതാപവും മികച്ച ഭാവിയുള്ളതുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമാണ് പദ്ധതിയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളമുള്ള 30 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ ഊർജ്ജ ശാക്തീകരണം നേടിയ വിവരമാണ് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ഭീകരവാദ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ തടയുന്നതിനുള്ള സമഗ്രമായ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന പ്രഹാർ നയം പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം. ഭീകരതയ്ക്ക് എതിരായും ഭീകരതയുടെ ഇരകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയും അന്താരാഷ്ട്ര തലത്തിൽ സമവായം ഉണ്ടാക്കുന്നതിനായി ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. എല്ലാ ഭീകരപ്രവർത്തനങ്ങളെയും കുറ്റകരമാക്കുകയും തീവ്രവാദികൾക്കും അവരെ സഹായിക്കുന്നവർക്കും പണം, ആയുധങ്ങൾ, സുരക്ഷിത താവളങ്ങൾ എന്നിവ ഒരുക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് പ്രഹാർ തീവ്രവാദ വിരുദ്ധ നയത്തിന്റെ കാതൽ. തീവ്രവാദ ആവശ്യങ്ങൾക്കായി വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ആഗോള വെല്ലുവിളിയെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് ഇന്ത്യ ശ്രമങ്ങൾ തുടരും. ഭാവിയിലെ ഭീകരപ്രവർത്തന ഭീഷണികൾ ലഘൂകരിക്കുന്നതിന് സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ നിക്ഷേപം നടത്തും. ഇക്കാര്യത്തിൽ സ്വകാര്യ സംരംഭങ്ങളും സഹകരിക്കും. ഏതെങ്കിലും പ്രത്യേക മതം, വംശം, ദേശീയത അല്ലെങ്കിൽ നാഗരികത എന്നിവയുമായി ഭീകരതയെ ബന്ധിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഇന്ത്യ ശക്തമായി നിരാകരിക്കും. അക്രമത്തിന് ഒരു ന്യായീകരണവുമില്ലെന്ന വിശ്വാസത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണെന്നും ഭീകരതയുടെ ഇരകൾക്കൊപ്പം ഇന്ത്യ എപ്പോഴും നിലകൊള്ളുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ വട്ടമേശ സമ്മേളനം ഇന്ന് ആരംഭിക്കും. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കു വേണ്ടി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖബീന്ദർ സിംഗ് സന്ധു, വിവേക് ജോഷി തുടങ്ങിയവർ സന്നിഹിതരാവും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിനു പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും നിയമവിദഗ്ധരും സംബന്ധിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പ്രകാരം 2.88 ലക്ഷം വീടുകൾക്കുകൂടി കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന 6ാമത് കേന്ദ്ര അനുമതി നിരീക്ഷണ സമിതി യോഗത്തിലാണ് തീരുമാനം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജമ്മുകാശ്മീർ ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് പുതുതായി വീടുകൾ അനുവദിച്ചതെന്ന് ഭവന നഗരകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ നഗര ഭവന നിർമ്മാണ പദ്ധതിയിൽ അനുവദിച്ച വീടുകളുടെ ആകെ എണ്ണം 13,61,000-ത്തിലധികമായി. കേരളത്തിൽ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.
വൈകിട്ട് 4-ന് തിരുവനന്തപുരം പൂജപ്പുര മൈതാനത്ത് ചേരുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി എം. ബി. രാജേഷ് അധ്യക്ഷനാകും. രാവിലെ കരകുളം പഞ്ചായത്തിലെ കോമളകുമാരിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. 2017 മെയ് 23-ന് പ്രഖ്യാപിച്ച ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 6,04,000 വീടാണ് അനുവദിച്ചത്. ഇതിൽ 5,364,000 വീടുകൾ ഇതിനകം പണി പൂർത്തീകരിച്ചു. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ആസ്തി ധനസമ്പാദന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് ന്യൂഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടക്കം കുറിച്ചു. 5.8 ലക്ഷം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ 16.72 ലക്ഷം കോടി രൂപ സമ്പാദിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 4 വർഷത്തേക്ക് നിശ്ചയിച്ച 6 ലക്ഷം കോടി രൂപ ലക്ഷ്യത്തിന്റെ 90% നേടിയതിന് സർക്കാരിന്റെയും നിതി ആയോഗിന്റെയും മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ധനമന്ത്രി അഭിനന്ദിച്ചു. ത്വരിതപ്പെടുത്തിയ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ വികസിത് ഭാരത് കൈവരിക്കുക എന്ന ദൌത്യവുമായി NMP 2.0 ഇന്ത്യയുടെ വളർച്ചാ വേഗതയ്ക്ക് ഇന്ധനം പകരുമെന്നും അവർ പറഞ്ഞു. ഝാർഖണ്ഡിലെ ഛത്ര ജില്ലയിലെ സിമാരിക്ക് സമീപം ചെറുവിമാനം തകർന്ന് 7 പേർ മരിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ റെഡ് ബേർഡ് എയർവേസിന്റെ എയർ ആംബുലൻസാണ് തകർന്നത്. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ നടന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേയെ 107 റൺസിന് തകർത്തു. വെസ്റ്റ് ഇൻഡീസ് മുന്നോട്ട് വച്ച 255 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെ 17.4 ഓവറിൽ 147 റൺസിന് ഓൾ ഔട്ടായി. ISLൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് സീസണിലെ തുടർച്ചയായ 2ാം വിജയം നേടി. ചെന്നൈയിൻ FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബഗാൻ തോൽപ്പിച്ചത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 7ാം വാർഷികം ഇന്ന്. രാജ്യത്തെ കർഷകരുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് 2019-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രതിവർഷം 3 തവണകളായി 6,000 രൂപ വീതം ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നതാണ് പദ്ധതി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ നേരത്തെ വിരിഞ്ഞ നിയമസഭ ഇന്ന് രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നടപ്പു സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ കണ്ട പ്രതിഷേധങ്ങളുടെ തുടർച്ച തന്നെയായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ നിയമസഭ സമ്മേളിച്ചപ്പോഴും കാണാനായത്. ശബരിമല പ്രശ്നത്തിന്റെ പേരിലുള്ള പ്രതിഷേധം ഇന്നും സഭയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് ഇന്നത്തെ കാര്യപരിപാടികളിലെ മുഖ്യ ഇനങ്ങളിൽപ്പെട്ടത്. IT രംഗത്തും ആരോഗ്യ സേവന രംഗത്തും ജോലി ചെയ്യുന്ന വനിതകളുടെ രാത്രികാല യാത്രാ സുരക്ഷയെക്കുറിച്ച് KK ശൈലജയും കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വരൾച്ചാ സാധ്യതയെക്കുറിച്ച് PC വിഷ്ണുനാഥും ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസുകളും നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നതതല സംഘം. സീനിയർ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ പവൻകുമാർ ശർമ്മ, മനീഷ് ഗാർഗ് എന്നിവരടങ്ങിയ സംഘം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, സംസ്ഥാന പോലീസ് നോഡൽ ഓഫീസർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. SIR ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ കമ്മീഷൻ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,00,000-ലധികം പേരാണുള്ളത്. വിവിധ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ നികുതി നിരക്കുകൾ ഇന്നു മുതൽ നിർത്തലാക്കുമെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസി അറിയിച്ചു. തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. വിധിക്ക് പിന്നാലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് 10% ആഗോള തീരുവ ചുമത്തുന്ന പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചതും വിവാദമായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, രാജസ്ഥാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തിന്റെ പ്രശംസനീയമായ നാഴികക്കല്ലാണ് PM സൂര്യഘർ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ വട്ടമേശ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി ആവാസ് അർബൻ യോജന പ്രകാരം 2.88 ലക്ഷം വീടുകൾക്ക് കൂടി കേന്ദ്രം അനുമതി നൽകി. സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ സിംബാബ്വേയെ 107 റൺസിന് തകർത്ത് വെസ്റ്റ് ഇൻഡീസ്. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി 11 മണിക്ക്.